മഹാദേവൻ മാത്രമായിരുന്നു അവളുടെ ലോകം. കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലും അവൾ കണ്ടത് സ്വന്തം രൂപമല്ല, മറിച്ച് തന്റെ ഉള്ളിൽ വസിക്കുന്ന ചെന്നമല്ലികാർജുനനെ ആയിരുന്നു. ലൗകിക സുഖങ്ങളെല്ലാം കാൽക്കൽ വെച്ച് നീട്ടിയ രാജാവിനോട് ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, എന്റെ ശരീരവും മനസ്സും നേരത്തെ തന്നെ മഹാദേവനായി സമർപ്പിക്കപ്പെട്ടതാണ്. ഇതിൽ നിനക്ക് സ്ഥാനമില്ല. രാജാവിന്റെ കോപത്തിനു മുന്നിൽ ആ വലിയ കൊട്ടാരത്തിന് നടുവിൽ വെച്ച് അവൾ തന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ചു. കേവലം ഒരു പെൺകുട്ടി ആയിരുന്നില്ല അന്ന് ആ കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങിയത്, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ മഹാദേവ ഭക്തയായിരുന്നു. വസ്ത്രത്തെക്കാൾ വലുത് ഭക്തിയാണെന്ന് തെളിയിച്ച ആധുനിക ലോകത്തിന് പോലും വിസ്മയമായ അക്ക മഹാദേവിയുടെ ജീവിതം. 12ാം നൂറ്റാണ്ടിലെ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ കെട്ടുപാടുകളെ ഭക്തിയുടെ കരുത്തുകൊണ്ട് ഭേദിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അക്ക മഹാദേവി. ശരീരമല്ല, ആത്മാവാണ് ഈശ്വരനിലേക്ക് അടുക്കേണ്ടതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തവൾ. കർണാടകയിലെ ഉടുതടി എന്ന ഗ്രാമത്തിൽ നിർമ്മൽ ഷെട്ടിയുടെയും സുമതിയുടെയും മകളായി ജനിച്ച മഹാദേവി കുട്ടിക്കാലം മുതലേ ഭഗവാൻ ശിവന്റെ അതീവ ഭക്തയായിരുന്നു. മറ്റുള്ളവർ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കിയപ്പോൾ മഹാദേവി തന്റെ ഉള്ളിൽ വസിക്കുന്ന ചെന്നമല്ലികാർജുനനെ, അതായത് മല്ലികപ്പൂവിനേക്കാൾ സുന്ദരനായ മഹാദേവനെയാണ് കണ്ടത്. ലോകത്തിലെ മറ്റാരേക്കാളും ഉപരിയായി അവൾ ഭഗവാൻ ശിവനെ തന്റെ നാഥനായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. മഹാദേവി വളർന്നപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച കൗശികൻ എന്ന രാജാവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മഹാദേവനിൽ ലയിച്ചു ചേർന്ന മഹാദേവിക്ക് ഒരു പുരുഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. തന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുമെന്ന് രാജാവ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരുടെ സുരക്ഷയ്ക്കായി അവൾ കൊട്ടാരത്തിലേക്ക് പോകാൻ സമ്മതിച്ചു. കൊട്ടാരത്തിലെ ആഡംബരങ്ങൾക്കിടയിലും മഹാദേവിയുടെ മനസ്സ് തപസ്സിലായിരുന്നു. ഭൗതിക സുഖങ്ങളിൽ താല്പര്യമില്ലാതിരുന്നവൾ രാജാവിന്റെ അധികാരത്തോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. എന്റെ ശരീരവും ആത്മാവും നേരത്തെ തന്നെ ചെന്നമല്ലികാർജുനനായി സമർപ്പിക്കപ്പെട്ടതാണെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ ആജ്ഞകൾ അനുസരിക്കാത്ത മഹാദേവിയോട് രാജാവിന് ദേഷ്യം തോന്നി. സദസ്സിൽ വെച്ച് അവളെ അപമാനിക്കാനായി രാജാവ് പറഞ്ഞു, ഈ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ വേണ്ടെങ്കിൽ ഞാൻ നൽകിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇവിടെ ഉപേക്ഷിച്ചു പോവുക. ആ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചു. ഭൗതികമായ എന്തിനേക്കാളും വലുത് തന്റെ ഭക്തിയാണെന്ന് അവൾ തെളിയിച്ചു. ലജ്ജയോടെ തല താഴ്ത്തുന്നതിനു പകരം സിംഹിയെ പോലെ എഴുന്നേറ്റ് നിന്ന് അവൾ തന്റെ ആഭരണങ്ങളും ഉടയാടകളും ഓരോന്നായി അഴിച്ചുവെച്ചു. പ്രകൃതിദത്തമായ തന്റെ നീളമുള്ള കേശഭാരത്താൽ ശരീരം മറച്ച് ലൗകികമായ സകല ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് അവൾ ആ കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നകന്നു. വസ്ത്രം ഉപേക്ഷിക്കുക എന്നത് അവൾക്ക് നഗ്നതയായിരുന്നില്ല, മറിച്ച് ശരീരബോധത്തെ പൂർണ്ണമായും വെടിഞ്ഞ് ഈശ്വരനിലേക്ക് ലയിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. മഹാദേവനെ തേടിയുള്ള ആ യാത്ര അവളെ എത്തിച്ചത് ബസവണ്ണയുടെ നേതൃത്വത്തിലുള്ള അനുഭവ മണ്ഡപം എന്ന ആത്മീയ സഭയിലാണ്. അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനികൾ അവളെ പരീക്ഷിച്ചു. വസ്ത്രം ഉപേക്ഷിച്ചെങ്കിലും നീളമുള്ള മുടി കൊണ്ട് ശരീരം മറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അല്ലമ്മ പ്രഭു ചോദിച്ചപ്പോൾ, കണ്ണുകളെ മോഹിപ്പിക്കുന്ന നഗ്നതയല്ല, ഭഗവാനിൽ ലയിക്കുന്ന ശുദ്ധിയാണ് എനിക്ക് വലുതെന്ന് അവൾ മറുപടി നൽകി. അവളുടെ ഭക്തിയുടെ ആഴം കണ്ട ബസവണ്ണ അവളെ ആദരവോടെ അക്ക എന്ന് വിളിച്ചു. അന്നു മുതൽ അവൾ ലോകത്തിന് അക്ക മഹാദേവിയായി മാറി. ഒടുവിൽ തന്റെ പ്രിയതമനായ മല്ലികാർജുനനെ തേടി അവൾ ശ്രീശൈലത്തിലെ കദളിവനങ്ങളിലേക്ക് യാത്രയായി. അവിടെയുള്ള ഒരു ഗുഹയിലിരുന്ന് കഠിന തപസ് ചെയ്തു. തുടർന്ന് അക്ക വെറും 30ാം വയസ്സിൽ ഒരു ദിവ്യ ജ്യോതിയായി മഹാദേവനിൽ ലയിച്ചു ചേർന്നു. ഹർ ഹർ മഹാദേവ്, ജയ് മാ അക്ക മഹാദേവി.